തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ തീക്കനൽ തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ജനം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയിൽ ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണ്ണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനല്ലോ. യേശു ദൈവപുത്രനാണെന്നുള്ളതിൻ്റെ തെളിവാണ് യേശുവിൻ്റെ ഉയർപ്പ്. യേശുവിൻ്റെ ഉയർപ്പിൻ്റെ പ്രത്യേകത, യേശു ദൈവത്തിൻ്റെ പുത്രൻ. അതുകൊണ്ടാണ് വിശുദ്ധിയിൽ ഉയർത്തെഴുന്നേൽക്കുന്നത്. വിശുദ്ധിയുള്ളവർക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുകയുള്ളൂ. ജഡം സംബന്ധിച്ച് യേശു ജനിച്ചത് വിശുദ്ധ കന്യാമറിയാമിൽ, ദാവീദിന്റെ സന്തതിയിൽ, ഈശായി ആ വംശത്തിൽ ജനിച്ചതാണ്. ദാവീദിന്റെ സന്തതിയിൽ ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട യഹൂദന്മാരുടെ കിരാതന്മാരായിട്ടുള്ള യഹൂദന്മാരാൽ ക്രൂശിൽ തറയ്ക്കപ്പെട്ട് മരണപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് വിശുദ്ധി കൊണ്ടാണ്, ജഡം സംബന്ധിച്ച് വിശുദ്ധി കൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റത്. നിന്റെ ജഡം വിശുദ്ധമാണെങ്കിൽ, നിന്റെ മനസ്സ് വിശുദ്ധമാണെങ്കിൽ, നിന്റെ ശരീരം വിശുദ്ധമാണെങ്കിൽ, നിന്റെ ആത്മാവും നിന്റെ തലച്ചോറും നിന്റെ കൈകാലുകൾ വിശുദ്ധമാണെങ്കിൽ നിനക്കൊരു ഉയർപ്പിന്റെ ശക്തി എപ്പോഴും കാണും. നിനക്ക് ഈ ഉയർപ്പിന്റെ ശക്തി ഇല്ലാത്തത് എന്താണെന്ന് അറിയാമോ? നിന്നിലുള്ള പാപമാണ്, നിന്നിലുള്ള അശുദ്ധിയാണ്. നിന്റെ അശുദ്ധി നീ കളയുമ്പോൾ, നിന്നിലേക്ക് വിശുദ്ധി കയറുമ്പോൾ നിന്നേക്കാൾ ആവശ്യമായ ബലം ദൈവം തരും, കർത്താവ് തരും. ആ ബലം കൊണ്ടാണ് നാം വിശുദ്ധിയിൽ പോകുന്നത്. നീ വിശുദ്ധിയിൽ സഞ്ചരിക്കുന്ന സ്ഥലങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നീ വിശുദ്ധിയിൽ കയറുന്ന ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നീ വിശുദ്ധിയിൽ ചെയ്യുന്ന നിന്റെ ഓഫീസ് അനുഗ്രഹിക്കപ്പെടും. നീ എവിടെല്ലാം പ്രാർത്ഥന വിട്ടുന്നുവോ അവിടെയെല്ലാം വിശുദ്ധിയുടെ അനുഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് ഈ വിശുദ്ധിയുടെ ശക്തി സംഭരിച്ച്, ഈ എംപവർമെന്റ് സംഭരിച്ച്, ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ റിസൺ ക്രൈസ്റ്റിനെ ഉള്ളിൽ ഉൾക്കൊണ്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ആ ശക്തി സംഭരിച്ച് മുൻപോട്ട് പോകുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകട്ടെ. കണ്ണുനടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, മാനസിക സംഘർഷത്തിലും പ്രയാസത്തിലും പ്രതികൂലങ്ങളിലും ഒക്കെ ഇരിക്കുന്ന ഈ നിന്റെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ വചനത്താൽ അവരൊക്കെ ശക്തി പ്രാപിക്കട്ടെ. നിന്റെ എല്ലാ മക്കളെയും അനുഗ്രഹിച്ചാട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാര്, പ്രധാനമന്ത്രിമാര്, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, ഓർഫനേജിൽ കഴിയുന്നവർ, ജയിലുകളിൽ കഴിയുന്നവർ, വഴിയോരങ്ങളിൽ കഴിയുന്നവർ, ബഡിനായിട്ടുള്ളവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൽ എല്ലാവരും വിശുദ്ധിയുള്ളവരായി തീരേണ്ടതിന് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ അശുദ്ധി യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എപ്പേർപ്പെട്ടവരുടെ അശുദ്ധിയെ ശാസിച്ച് ഭത്സിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധീകരിക്കപ്പെടട്ടെ. മഹത്വമൊക്കെ തമ്പുരാൻ എടുത്താട്ട്. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലെസ് യു.